നമസ്കാരം. ഹമാസിന്റെ തടവിലായിരുന്ന ഇസ്രയേലി പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ നേരിട്ട ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ മുൻപ് പുറത്തു വന്നിട്ടുള്ളതാണ്. മനസ്സ് മരവിപ്പിക്കുന്ന പല അനുഭവങ്ങളും ഏവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഇപ്പോൾ ഗസയ്ക്കുള്ളിൽ സ്വന്തം ജനതയ്ക്കെതിരെ ഹമാസ് നടത്തുന്ന അതിക്രമങ്ങളുടെ നടുക്കുന്ന വിവരങ്ങളും പുറത്തു വരികയാണ്. ഭക്ഷണത്തിനും സഹായത്തിനുമായി എത്തുന്ന സ്വന്തം ജനങ്ങളെ ഹമാസ് നേതാക്കളും പ്രവർത്തകരും ലൈംഗികമായി വേട്ടയാടുന്നുവെന്ന വെളിപ്പെടുത്തൽ നടത്തുന്നത് ഗാസ നിവാസികൾ തന്നെയാണ്. ഇത്രയും കാലം ഭയന്ന് മൗനം പാലിച്ചിരുന്ന സാധാരണക്കാരാണ് ഇപ്പോൾ ഹമാസിന്റെ കിരാതമുഖം ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നത്. പണത്തിനോ ആഹാരത്തിനോ വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നവരെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് ഹമാസിന്റെ ശൈലിയായി മാറിയിരിക്കുകയാണ്. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തങ്ങളെ ശാരീരികമായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് നിരവധി സ്ത്രീകളും പുരുഷന്മാരും വെളിപ്പെടുത്തുന്നു. ലോകശ്രദ്ധ ഇറാൻ സംഘർഷത്തിലേക്ക് തിരിയുമ്പോൾ ഹമാസ് ഗാസയിൽ വീണ്ടും തങ്ങളുടെ നിയന്ത്രണം സ്ഥാപിക്കുകയാണെന്ന ആശങ്കകൾക്കിടയിലാണ് ഈ റിപ്പോർട്ടുകൾ വരുന്നത്. ഏകദേശം 60,000 സ്ത്രീകൾ ആശങ്കയിലാണ് കഴിയുന്നതെന്നും ഇവർ അതിക്രമങ്ങൾക്കിരയാകാൻ സാധ്യതയുണ്ടെന്നുമാണ് ഗാസയിലെ മനുഷ്യാവകാശ സംഘടനകൾ വെളിപ്പെടുത്തുന്നത്. ഗാസയിൽ ബാലവിവാഹങ്ങളും ഈ പ്രായത്തിലുള്ള ഗർഭധാരണങ്ങളും വർദ്ധിക്കുന്നതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗാസ മുനമ്പിനുള്ളിൽ നിന്ന് ജുസൂർ ന്യൂസ് ചിത്രീകരിച്ച അപൂർവമായ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഡെയിലി മെയിൽ പുറത്തുവിട്ടുകൊണ്ടാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യുദ്ധം കാരണം പലായനം ചെയ്യേണ്ടി വന്ന ഒരു വിധവയെ ഒരു കൂട്ടം ഹമാസ് അംഗങ്ങൾ ടെന്റിനുള്ളിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുന്നത് താൻ കണ്ടുവെന്ന് ഒരാൾ ഡെയിലി മെയിലിനോട് വെളിപ്പെടുത്തി. ഇതിനെക്കുറിച്ച് മിണ്ടരുതെന്നായിരുന്നു അയാൾക്ക് ലഭിച്ച ഭീഷണി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നു. സഹായത്തിനായി അവരൊരു ഖസാം ബ്രിഗേഡ് കമാൻഡറെ സമീപിച്ചെങ്കിലും അദ്ദേഹം അവരെ ചൂഷണം ചെയ്യുകയാണ് ചെയ്തത്. അയാളുടെ പെരുമാറ്റം അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഗരാബ്ലി പ്രദേശത്തെ ഒരു ടെന്റിനുള്ളിൽ ഖസാം അംഗങ്ങൾ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് കണ്ടെത്തി. ഞങ്ങൾ ഈ വിവരം നേതൃത്വത്തെ അറിയിച്ചെങ്കിലും ഈ കാര്യത്തിൽ മൗനം പാലിക്കണമെന്നായിരുന്നു ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശം. ഹമാസിന്റെ സൈനിക വിഭാഗമാണ് ഇസ്ദീൻ അൽ ഖസാം ബ്രിഗേഡ്. നിസ്സഹായരായ സ്ത്രീകളെയാണ് ഇത്തരത്തിൽ പല അംഗങ്ങളും ചൂഷണം ചെയ്യുന്നത്. ഭക്ഷണം നൽകാമെന്ന് പറഞ്ഞു പോലും ഇവർ പല സ്ത്രീകളെയും ലൈംഗികമായി പീഡിപ്പിക്കുകയാണ്. എന്തിനേറെ, കൊല്ലപ്പെട്ട ഹമാസ് അംഗങ്ങളുടെ വിധവമാരെ വരെ കൂട്ടർ ചൂഷണം ചെയ്യുന്നുണ്ട്. അതുപോലും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അതേസമയം വെടിനിർത്തൽ കരാറിലെ നിരായുധീകരണ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുന്ന ഹമാസ് ഇപ്പോഴും ഗാസയിൽ കർശനമായി നിയന്ത്രണം തുടരുകയാണ്. അവിടെയുള്ള സാധാരണക്കാരുടെ അഭിപ്രായത്തിൽ ദുർബലരായ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് ഈ ഭരണ നേതൃത്വത്തിലുള്ളവർ തന്നെയാണ്. നിർഭാഗ്യവശാൽ ഇത്തരം സംഭവങ്ങൾ വളരെ വ്യാപകമാണ്. എല്ലാ പ്രദേശങ്ങളിലും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് വിധവകളും വിവാഹമോചിതരുമായ സ്ത്രീകൾ. അവർക്ക് മറ്റ് പിന്തുണയോ വരുമാനമോ ഇല്ലാത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം. അവരുടെ നിസ്സഹായ അവസ്ഥ ചൂഷണം ചെയ്യപ്പെടുകയാണ്. സ്ഥിതിഗതികൾ ഓരോ ദിവസം കഴിയുന്തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് ജുസൂർ ന്യൂസിലെ മാധ്യമപ്രവർത്തകൻ വെളിപ്പെടുത്തുന്നു. ഏറ്റവും ദയനീയാവസ്ഥയിലായിരുന്ന സമയത്ത് സഹായത്തിന് പകരമായി ലൈംഗികമായി വഴങ്ങാൻ ഒരു മത നേതാവ് തന്നെ നിർബന്ധിച്ചുവെന്ന് 4 കുട്ടികളുടെ അമ്മയായ ഒരു യുവതിയും വെളിപ്പെടുത്തുന്നു. പിടിക്കപ്പെടുമെന്ന ഭയത്താൽ ഫോണിലൂടെ വളരെ താഴ്ന്ന ശബ്ദത്തിലാണ് അവർ സംസാരിച്ചത് പോലും. തുടക്കം മുതൽ അദ്ദേഹം തന്നോട് സംസാരിച്ച രീതി ഒരുതരം പീഡനമായിട്ടാണ് അനുഭവപ്പെട്ടതെന്നും അവർ വെളിപ്പെടുത്തുന്നു. താൻ അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞവളാണ്. പ്രായമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഒരു പിതാവിൻ്റെ സ്ഥാനത്തെന്ന പോലെ കരുതി. എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള അയാൾ എന്നെ നേരിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. തീർച്ചയായും എനിക്ക് പേടിയുണ്ടായിരുന്നു. അയാൾ എന്നെ പിന്തുടരുകയായിരുന്നു എന്നായിരുന്നു അവരുടെ വാക്കുകൾ. ഗസയിൽ ബാലവിവാഹങ്ങളും കൗമാരപ്രായത്തിലുള്ള ഗർഭധാരണങ്ങളും വർദ്ധിക്കുന്നതായി യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ടിൻ്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. യുദ്ധത്തിന് മുമ്പുള്ള കണക്കുകൾ പ്രകാരം 2009 26% ബാലവിവാഹ നിരക്ക് 2022 11% കുറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം മുൻപുണ്ടായിരുന്ന പുരോഗതിയെ തകിടം മറിക്കുന്നതാണെന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 2025 വെറും 4 മാസത്തിനുള്ളിൽ 14-നും 16-നും ഇടയിൽ പ്രായമുള്ള കുറഞ്ഞത് 400 പെൺകുട്ടികളെങ്കിലും വിവാഹിതരായതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകൾ ഉള്ളതിനാലും ഔദ്യോഗിക രജിസ്ട്രേഷൻ സംവിധാനങ്ങൾ തകർന്നതിനാലും യഥാർത്ഥ കണക്കുകൾ ഇതിലും എത്രയോ മുകളിലായിരിക്കുമെന്നും UNFPA മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ 2025 നടന്ന നിരവധി സംഭവങ്ങൾ അസോസിയേറ്റഡ് പ്രസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ 6 കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ സഹായം തേടിയിറങ്ങിയ 38-കാരിയുടെ കഥയായിരുന്നു അതിലൊന്ന്. ആഴ്ചകളോളം കഷ്ടപ്പെട്ടതിന് ശേഷം ഭക്ഷണവും സഹായം ജോലിയും നൽകാൻ സഹായിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അവർ അറിഞ്ഞു. ഭർത്താവുമായി വേർപിരിയേണ്ടി വരികയും സ്വന്തം ബിസിനസ് നിർത്തേണ്ടി വരികയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു അവർ സഹായത്തിനായി അത്തരമൊരു വ്യക്തിയെ സമീപിച്ചത്. എന്നാൽ അയാൾ അവരെ വിജനമായ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്കാണ് കൊണ്ടുപോയത്. അവരെ പ്രശംസിക്കുകയും ഹിജാബ് മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു. താൻ അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും അയാൾ പറഞ്ഞു. എന്നാൽ താൻ നിർബന്ധിക്കുന്നില്ലെന്നും എന്നാൽ അവിടെ വിട്ടു പോകാൻ തൻ്റെ അനുവാദം വേണമെന്നും അയാൾ പറഞ്ഞു. ഒടുവിൽ അയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നതിൻ്റെ ഞെട്ടിക്കുന്ന കഥ ആ സ്ത്രീ വെളിപ്പെടുത്തിയിരുന്നു. ഭയവും നാണക്കേടും കാരണം ആ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ അവർ വിസമ്മതിക്കുകയും ചെയ്തിരുന്നു. യുദ്ധസമയത്തേക്കാൾ മോശമായ രീതിയിലാണ് ഗസയിൽ ഇപ്പോൾ സ്ത്രീകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നതെന്നാണ് ഗസയിലെ എഴുത്തുകാരനും
സീഷെൽസ് ഓൺ ദി ബീച്ച് ഓഫ് ഗാസ എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ ഹംസ ഹോവിഡി പറയുന്നത്. അപമാന ഭാരത്താലും പ്രത്യാഘാതങ്ങളും ഭയന്ന് പല ഇരകളും മൗനം പാലിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. വിധവകളെ മാത്രമല്ല വിവാഹിതരാകാത്ത സ്ത്രീകളെയും ഇത് ബാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. പല സ്ത്രീകളും ഇന്ന് സ്വന്തം കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി മാത്രം സഹായം തേടാൻ നിർബന്ധിതരാകുകയാണ്. അങ്ങനെ അവർ ചൂഷണങ്ങൾക്ക് ഇരകളാകുന്നു. ഇത് ഹൃദയഭേദകമാണ്. സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കാത്ത പക്ഷം ഈ ദുരവസ്ഥ തുടരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട പല NGOകളും സംഘടനകളും ഒന്നുകിൽ ഹമാസിനെ ഭയന്നോ അല്ലെങ്കിൽ തങ്ങളുടെ ഭരണത്തിന് കീഴിൽ ഗാസയിലെ സ്ത്രീകൾ തികച്ചും സുരക്ഷിതരാണെന്ന ഹമാസിന്റെ വാദങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടോ അവരെ സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്.